ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിൽ നമ്മൾ ക്രോച്ചറ്റ് തുന്നാനുള്ള ബേസിക് സ്റ്റിച്ചസ് ആട്ടോ പഠിക്കുന്നത്. 7 ബേസിക് സ്റ്റിച്ചസ് ആട്ടോ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്യുന്ന കുറച്ച് വർക്കുകളാട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. നമ്മൾ ഫസ്റ്റ് എന്താ നോക്കേണ്ടത് വെച്ചാൽ ഈ ബേസിക് ആയിട്ടുള്ള 7 സ്റ്റിച്ചസ് പഠിച്ചാൽ മതി. വീഡിയോയിലേക്ക് കിടക്കട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ആട്ടോ ഇടുന്നത്. അതിനെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിക്കണം. സ്ലിപ്പ് നോട്ട് ഇതാണ്ടോ ഇങ്ങനെയാണ് ഒരു വിരലും ഇങ്ങനെ ചുറ്റിയിട്ട് അത് വിരലുമെന്ന് എടുത്തിട്ട് സെൻറ്ററിൽ കൂടെ ഒരു നൂല് വലിച്ചെടുത്ത് ഇതിങ്ങനെ വലിച്ചാണ്ട് കൊടുക്കട്ടോ. ഇത് നമുക്ക് ഒരു വലി വലിച്ചാൽ ആ കെട്ട് പോരും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് സ്ലിപ്പ് നോട്ട് ഇടാണ് കേട്ടോ. അത് ശരിയായാലേ നമുക്ക് സ്റ്റിച്ചസ് കറക്റ്റ് ആവുള്ളൂ. ഇങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് നോക്കട്ടോ. ആദ്യം നമുക്ക് കംഫർട്ടായിട്ടുള്ള പൊസിഷനിൽ നൂല് പിടിക്കാൻ നോക്കണം. എന്നിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഇടുക. സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ചാട്ടോ. അതിട ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ എൻഡിങ് ഇല്ലേ അവിടുന്ന് ഫസ്റ്റത്തെ ചെയിനൊക്കെ തന്നെ ഒന്നും സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. ചെയിനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നൂല് വലിച്ചിട്ട് അപ്പോൾ 2 ഉണ്ടാവും നമ്മളെ സൂചിമ. അതിൽ ആ ഫസ്റ്റത്തത് രണ്ടാമത്തെ കൂടെ വലിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ത്രെഡ് എടുത്തുകൊണ്ട് വലിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തുന്നിനാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ തുന്നി നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ തുന്നി വരുമ്പോൾ ഇങ്ങനെ കാരണം സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാവുക കേട്ടോ. അടുത്ത സ്റ്റിച്ചാണ് കേട്ടോ സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. അത് നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ കേട്ടോ ചെയ്യണത്. ആ ചെയിൻ സ്റ്റിച്ചുമ്പോഴാണ് നമ്മൾ ചെയ്യുക. ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിങ്ങാണ്ട് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻഡിങ്ങിൽ നിന്ന് അടുത്ത സ്റ്റിച്ചുമ്മക്ക് കൊടുത്തിട്ട് ഇങ്ങനെ 2 ഉണ്ടാവും. അത് നൂലിട്ടുകാണ്ട് വലിച്ചെടുക്കുക. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിലെടുത്തത് നൂലിട്ട് വലിക്കണില്ല. ഫസ്റ്റത്തെ സ്റ്റിച്ച് രണ്ടാമത്തെ കൂടെ വലിച്ചെടുക്കുക ചെയ്യണത്. ഇത് നേരെ തിരിച്ച് നൂലുമ്മ കൂടെ ഒന്ന് ചുറ്റിയിട്ട് അത് വലിച്ചെടുക്കുക. അതാണ് സിംഗിൾ ക്രോഷ്യറ്റ് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതാണ് സിംഗിൾ ക്രോഷ്യറ്റ്.
ക്രോഷ്യറ്റ് തുന്നി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ചെയിൻ സ്റ്റിച്ചിൻ്റെ കൂടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, പിന്നെ സിംഗിൾ ക്രോഷ്യറ്റും. അപ്പോൾ അടുത്തത് ഹാഫ് ഡബിൾ ക്രോഷ്യറ്റ് ആട്ടോ. അത് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിയിട്ട് അടുത്ത ചെയിനിക്ക്, അതിൻ്റെ തൊട്ടടുത്ത ചെയിനിക്ക് ഇട്ടിട്ട്, അപ്പോൾ 3 നൂലുണ്ടാവും നമ്മളെ നീഡിൽമേ. അത് 3ഉം വലിച്ചെടുക്കുക. നേരത്തെ നമ്മൾ സിംഗിൾ ക്രോഷ്യറ്റിൽ എടുത്തിരുന്നത് 2 ഒന്ന് എടുത്ത് വലിച്ചെടുക്കേനി. ഇത് 3 ഉണ്ടാവും. 3 കൂടിയും ഒന്ന് നൂലുമ്പോൾ കൂടെ കറക്കിയിട്ട് വലിച്ചെടുക്കണതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യറ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് വീഡിയോയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമ്മളത് ശരിയാവും കേട്ടോ. നമുക്കത് ബൈ ഹാർട്ടാവും. നമുക്ക് നല്ല ഫ്ലുവൻ്റായിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യറ്റ് ചെയ്തതാണ്ടോ ഇങ്ങനെ ഇരിക്കും കേട്ടോ സ്റ്റിച്ച്. ഇനി നമുക്ക് 5ാമത്തേത് ഡബിൾ ക്രോഷ്യയാണ് കേട്ടോ. ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്യുന്നത്. 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ചെയിൻ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ 3 ഉണ്ടാവും. ആ 3 2 കൂടെ വലിക്കുക. പിന്നെ അടുത്ത 2 പാടെ കളയുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുക കേട്ടോ. നമുക്ക് വീഡിയോ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാകും. അപ്പം ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യട്ടോ. വീഡിയോ ഒന്നും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റിച്ച് മനസ്സിലാവും കേട്ടോ. ശ്രദ്ധിച്ച് വീഡിയോ നോക്കിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് വരുന്ന സ്റ്റിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പം ഇനി നമ്മൾ അടുത്തത് ട്രിപ്പിൾ ക്രോഷ്യറ്റ് ആട്ടോ ചെയ്യുന്നത്. അത് നമ്മൾ 3 സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കും. 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ദെൻ 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് അടുത്ത ചെയിനില്ലേ ആ ചെയിനൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ചുറ്റി വലിച്ചെടുക്കുക. അപ്പോൾ ടോട്ടൽ 4 ഉണ്ടാവും. അതിൽ 2 കളയുക, പിന്നെ 2 കളയുക, പിന്നെ 2 കളയുക, അങ്ങനെ കേട്ടോ. പിന്നെ 3 ചുറ്റി ചുറ്റുക, അടുത്ത ചെയിനൊക്കെ ഇടുക, ഒന്ന് വലിക്കുക. അപ്പോൾ 4 ഉണ്ടാവും. ആ 4 കളയുക, ദെൻ 2 കളയുക, പിന്നെ 2 കളയുക. അങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ കേട്ടോ ആ കാണുന്ന ലാസ്റ്റ് ചെയ്തത് ട്രിപ്പിൾ ക്രോഷ്യാണ്. അതാണ് ട്രിപ്പിൾ ക്രോഷ്യ കേട്ടോ നമ്മൾ ചെയ്തത്. അപ്പോൾ കണ്ടോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് വഴിച്ചു, സ്ലിപ്പ് സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യറ്റ്, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ, അങ്ങനെ നമ്മൾ 6 സ്റ്റിച്ചസ് പഠിച്ചു. അത് 6 കേട്ടോ നമ്മൾ അതിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ
ലാസ്റ്റ് വണ്ണ് മാജിക് സർക്കിളാട്ടോ. അപ്പോൾ കണ്ടാൻ അടിയത്തെ മാറ്റ് അതിലൊക്കെ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത് മാജിക് സർക്കിളാണ്. നമ്മൾ ഫ്ലവർ തുന്നാൻ കുറേ കാര്യത്തിന് നമ്മൾ മാജിക് സർക്കിൾ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നത് അതാട്ടോ 7ാമത്തെ സ്റ്റിച്ച്. അത് നമ്മൾ ഇതേപോലെ വിരലുമ്മ ചുറ്റിയിട്ട് ഉള്ളിൽ കൂടെ അങ്ങനെ വലിച്ചെടുക്കുമ്പം ഒരു സർക്കിൾ കിട്ടും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ പഠിച്ചതിൽ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ ഞാൻ കൊടുക്കുന്നത് ഡബിൾ ക്രോഷ്യ ആട്ടോ. 10 സ്റ്റിച്ചസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ 10 കംപ്ലീറ്റ് ആകുമ്പോൾ കണ്ടോ ഇതേപോലെ വെക്കും. അപ്പോൾ നമ്മൾ ഉള്ളിലത്തെ നൂലില്ലേ ഒന്നിങ്ങനെ പുറത്ത് കിക്കണം, അതിങ്ങനെ വലിച്ചു കൊടുത്താൽ കണ്ടോ ഇതേപോലെ സർക്കിളായി കണ്ട് വരും കേട്ടോ. ആ സർക്കിളായി വരുന്നത് നമ്മൾ വലിച്ച് നേരെ കറക്റ്റാക്കി കൊടുത്തിട്ട് അങ്ങനെ ഈ എൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിക്ക് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. ഒരു സ്റ്റിച്ച് ചെയ്താൽ അത് ലോക്കായി കേട്ടോ. അപ്പം നമുക്ക് നല്ല സർക്കിൾ കിട്ടും. കണ്ടോ ഇതേപോലെ ഉള്ളിൽ നിന്ന് ആ നൂല് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ ഇതേപോലെ ഒരു സർക്കിളാവും കേട്ടോ, ലോക്കാവും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളെ മാജിക് സർക്കിൾ. അപ്പോൾ ഇത്രയും സ്റ്റിച്ചസ് ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ 7 സ്റ്റിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണേലും തുന്നിയെടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.